നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വെസ്റ്റ് ബംഗാളിൽ നടന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഉടലെടുത്തിട്ടുണ്ട്. പോയ വർഷങ്ങളേക്ക് സമീപിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അവിടെ കേന്ദ്രസേന 2 ലക്ഷത്തിനടുത്ത് കേന്ദ്രസേനയാണ് അവിടെ ക്യാമ്പ് ചെയ്ത് അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ വളരെ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ്. പോയ വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ മരണങ്ങളായിരുന്നു ഓരോ പോളിംഗ് ബൂത്തുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ബംഗാളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല പോളിംഗ് ശതമാനം അവിടെ വളരെ വലുതാണ്. 90%-ലധികമാണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രസേനയുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷിതത്വം അവിടെയുള്ള സാധാരണക്കാർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ ഭയന്നിരുന്ന ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യാനെത്തി കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നതിന് ശേഷം ചില നാടകീയ രംഗങ്ങൾ അവിടെ നടന്നിരുന്നു. കൃത്യമായി നമ്മളത് പറഞ്ഞിരുന്നു. അതായത് ഒരു സ്ട്രോങ് റൂമിൽ പല കൃത്രിമത്വം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ TMCയുടെ പ്രവർത്തകർ അവിടെ എത്തുന്നു. സ്ട്രോങ് റൂമിലേക്ക് ഇടിച്ചു കയറുന്നു, അവിടെ പാവിരിച്ച് കിടക്കുന്നു. അങ്ങനെ വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു അവിടെ നടന്നത്. പിന്നാലെ തന്നെ BJPയും കൃത്യമായിട്ടുള്ള മൂവാണ് നടത്തിയിരിക്കുന്നത്. അവർക്ക് സംശയമുള്ള പല പോളിംഗ് ബൂത്തുകളിലും വീണ്ടും ഒരു പോളിംഗ് നടത്തണമെന്ന ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകി, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിച്ചു. ആ ബൂത്തുകളിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ബൂത്തുകളിലൊക്കെ തന്നെ ഇന്ന് റീപോളിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള റീപോളിംഗ് ആണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ഇനിയും ഇത്തരത്തിലുള്ള അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ കേന്ദ്രസേനയ്ക്ക് നൽകിയിരിക്കുന്നത് വെടിവെക്കാനുള്ള നിർദ്ദേശമാണ്. അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിലേക്ക് മുഖ്യമന്ത്രിയാണെങ്കിലും TMCയുടെ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും കയറി വന്ന് ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തി കഴിഞ്ഞാൽ വെടിവെക്കുമെന്ന് തന്നെയാണ് കേന്ദ്രസേന നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത്തരത്തിലുള്ള ഉത്തരവ് തന്നെയാണ് കേന്ദ്രസേനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. അതിനാൽ കവചിത വാഹനങ്ങളിൽ തോക്കേന്തിയ പട്ടാളക്കാരാണ് ഇത്തവണ അതല്ലെങ്കിൽ ഇന്ന് ബംഗാളിലെ എല്ലാ സ്ട്രോങ് റൂമുകളുടെയും മുൻപിലുള്ളത്. കാരണം സാധാരണ അവിടെ ബംഗാളിൽ BJPക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ മറ്റും ആണെങ്കിൽ അവിടെ ബോംബേറ്, കത്തിക്കുത്ത് തുടങ്ങിയിട്ടുള്ള വളരെ അക്രമാസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ വലിയ വലിയ യുദ്ധത്തിനൊക്കെ പോകുന്ന വാഹനങ്ങളിലാണ് അവിടെ 24 മണിക്കൂറും തോക്കേന്തിയിട്ടുള്ള സേനകൾ നിൽക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടെയാണ് സ്ട്രോങ് റൂമുകൾ തുറന്നുവെന്ന ആരോപണം തൃണമൂൽ ഉയർത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആരോപണം. ഇതോടെ തൃണമൂൽ പ്രവർത്തകർ പല സ്ട്രോങ് റൂമുകളുടെയും മുമ്പിൽ തടിച്ചുകൂടിയതോടെ പിന്നാലെയാണ് BJP പ്രവർത്തകരും എത്തിയത്. ഇതോടെയാണ് വലിയ തോതിൽ സംഘർഷാവസ്ഥ ബംഗാളിൽ ഉടലെടുത്തത്. ഏതായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം BJPക്ക് അനുകൂലമായതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാതിരിക്കാൻ മമത കിണഞ്ഞ് ശ്രമിക്കുന്നതായ റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സ്ട്രോങ് റൂമുകൾ അനധികൃതമായി തുറന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മമത ആരോപണം ഉയർത്തിയത്. ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 85 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂടിയതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രചാരണവും മമത ക്യാമ്പുകൾ നടത്തുകയാണ്. മുർഷിദാബാദ്, ബുർഭൂം, മൾഡ്, സൗത്ത് 24 പർഗാനസ് തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 35% മുസ്ലിം വോട്ടുകളുള്ള 85 മണ്ഡലങ്ങളുണ്ടത്രേ. തോൽക്കുമെന്ന് ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പ് കൃത്രിമം ചൂണ്ടിക്കാട്ടി കലാപം നടത്താനാണ് മമത ക്യാമ്പിന്റെ പദ്ധതി. അതിനു മുന്നോടിയായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പോരെന്നും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയും കൂട്ടണമെന്നും ആവശ്യമുയർത്തി മമത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മേൽനോട്ടത്തിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി നിയമവിരുദ്ധമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി കൽക്കട്ട ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് ഇതോടെ നിയമസാധുത ലഭിച്ചു. കേന്ദ്ര ജീവനക്കാർ തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ വാദം വെറും അനുമാനങ്ങൾ മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ ജീവനക്കാരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു.
വോട്ടെണ്ണൽ പ്രക്രിയ സുതാര്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സഹായിക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ സുപ്രീം കോടതി വിധി വലിയ കരുത്തേകിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് വോട്ടെടുപ്പ് കഴിയുന്നത് വരെ വളരെ അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി വെടിവെക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കം ഭയം കൂടാതെ വന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള എല്ലാ സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം അവിടെ കേന്ദ്രസേന ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകുന്ന കാര്യം അത് തീരുമാനിക്കാം പിന്നീട് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ തന്നെ അപേക്ഷിച്ച് ഇത്തവണ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തലവേദന ഒഴിവായി കിട്ടിയ ഒരു കാര്യമാണ് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു.